നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ് ആണ്. സോ വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ നമ്മൾ ആ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നമുക്ക് ആ ഡാറ്റ നമ്മുടെ പ്രോഗ്രാമിൽ ആ ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കൊരു വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് വാർ എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കുന്നു. ഇതുപോലെ വാർ എന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്നു. വേരിയബിൾ നെയിം നമുക്ക് ലെറ്റർ കൊണ്ട് ഏതെങ്കിലും ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡോളർ സൈൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനുശേഷം നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്നു. സോ വേരിയബിൾ നെയിം ഞാനിവിടെ പേഴ്സൺ എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. സോ പക്ഷേ വാല്യൂ ഒന്നും അസൈൻ ചെയ്തില്ല. സോ നമുക്കിനി ഏതൊക്കെ തരത്തിലുള്ള വേരിയബിൾസ്, ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ടെന്ന് നോക്കാം. ഇതിലാദ്യമായി വരുന്നത് സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് എന്ന് പറയുന്നത് സ്ട്രിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഉദാഹരണമായി നമുക്ക് ഒരാളുടെ പേര് സ്റ്റോർ ചെയ്യണം എന്ന് നോക്കുക. സോ ഞാനിവിടെ വാർ പേഴ്സൺ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നു. അതിനുശേഷം ഈക്വൽ ടു കൊടുത്ത ശേഷം ഞാനിവിടെ ജോൺ എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ജോൺ എന്ന് പറയുന്ന ഡാറ്റ പേര് നമ്മൾ സ്റ്റോർ ചെയ്തു. ഈ ഡാറ്റ എന്ന് പറയുന്നത് സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ വരുന്നത്, അതായത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ്. സോ അതുപോലെ നമുക്ക് വേരിയബിൾ ലെറ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചും ചെയ്യാം. സോ ഞാനിവിടെ പേഴ്സൺ 1 ഈക്വൽ ടു സ്മിത്ത് എന്ന് കൊടുക്കുന്നു. ലെറ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെറ്റും വാറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ നമ്മളത് പഠിക്കുന്നതാണ്. സോ അതുപോലെ നമുക്ക് അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്പറാണ്. സോ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ നമുക്ക് നമ്പർ 1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിലോട്ട് നമ്മൾ 10 എന്ന് പറയുന്ന ഒരു സംഖ്യ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ നമ്മൾ നമ്പർ 2 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ 20.675 എന്ന് പറയുന്ന ഒരു പോയിൻ്റുള്ള നമ്പറും സ്റ്റോർ ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് നമ്പേഴ്സും സ്റ്റോർ ചെയ്യാം. നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അടുത്തായി വരുന്നത് ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്. സോ ബൂളിയൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ ഞാനിവിടെ വാർ JS ഈക്വൽ ടു ട്രൂ എന്ന് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ നമ്മൾ വാർ HTML ഈക്വൽ ടു ഫാൾസ് എന്ന് സ്റ്റോർ ചെയ്യുന്നു. ഇതുപോലെ ട്രൂ ഓർ ഫാൾസ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ബൂളിയൻ എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. അതുപോലെ അടുത്തതായി വരുന്നത് അൺഡിഫൈൻഡ് എന്ന് പറയുന്നതാണ്. അൺഡിഫൈൻഡ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ജസ്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, മറ്റൊന്നും നമ്മൾ അതിലോട്ടൊരു വാല്യൂ അസൈൻ ചെയ്യുന്നില്ല. അതാണ് അൺഡിഫൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാനിവിടെ test1 എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. നമ്മളൊന്നും ഇതിലോട്ട് അസൈൻ ചെയ്യുന്നില്ല. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ നമ്മളൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല, ഒന്നും അസൈൻ ചെയ്തിട്ടില്ല അതിലോട്ട്. പിന്നെ വരുന്നത് നൾ എന്ന് പറയുന്നൊരു ടൈപ്പാണ്. നള്ളിൽ നമ്മൾ സംഭവിക്കുന്നത്, സോ നമ്മൾ വാർ test2 ഈക്വൽ ടു നൾ എന്ന് കൊടുക്കുന്നു. സോ നൾ എന്ന് പറയുന്നത് നമ്മൾ അതിലൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിലൂടെ നമ്മൾ നൾ എന്ന് പറയുന്നൊരു വാല്യൂ അസൈൻ ചെയ്തു. നൾ എന്ന് പറയുന്ന വാല്യൂ ബേസിക്കലി ഒരു എംപ്റ്റി വാല്യൂ ആണ്. സോ നമ്മൾ ബേസിക്കലി പറഞ്ഞാൽ ആ ഒരു വേരിയബിളിലോട്ട് test2 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ ഒരു എംപ്റ്റി വാല്യൂ ആണ് അസൈൻ ചെയ്തത്. അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ നൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരം ഡാറ്റ ടൈപ്പാണ് പ്രധാനമായും നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത്: സ്ട്രിംഗ്, നമ്പർ, ബൂളിയൻ, അൺഡിഫൈൻഡ്, നൾ. സോ ഒരിക്കൽ നമ്മൾ ഇതുപോലെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തല്ല നമുക്ക് ഈ വേരിയബിൾ ഉപയോഗിച്ചാൽ മതി. സോ നമുക്ക് ഈ വേരിയബിൾ എല്ലാം നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ document.write എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നു. സോ ഞാൻ ആദ്യമായി പേഴ്സൺ എന്ന് പറയുന്ന വേരിയബിൾ നെയിം ഇവിടെ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജോൺ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. അതുപോലെ ഞാൻ ലെറ്റിൻ്റെ ഇത് കൊടുക്കുകയാണെങ്കിൽ പേഴ്സൺ 1 നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സ്മിത്ത് എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ നമുക്കിതുപോലെ വാർ ഉപയോഗിച്ചും അതുപോലെ ലെറ്റ് ഉപയോഗിച്ചും നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ കൂടുതലായും ഉപയോഗിക്കുന്നത് ഈ ഒരു ട്യൂട്ടോറിയൽ കൂടുതലായും ഉപയോഗിക്കുന്നത് വാറായിരിക്കും. വാറും ലെറ്റും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ പഠിക്കുന്നതാണ്. സോ ഇനി നമുക്ക് ഇത് ഏത് ടൈപ്പ് ഡാറ്റയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് മറ്റൊരു ലൈൻ പ്രിൻറ്റ് ചെയ്യാം. സോ ഞാനിവിടെ നമുക്കൊരു മെത്തേഡുണ്ട്, ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് കൊടുത്ത ശേഷം നമ്മുടെ വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ പേഴ്സൺ 1 എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്ട്രിംഗ് എന്ന് കാണാൻ കഴിയും. സോ നമുക്കത് നെക്സ്റ്റ് ലൈനിൽ വരുന്നതിന് വേണ്ടി നമ്മൾ document.write നമ്മൾ HTML-ലുള്ള ഒരു BR ടാഗ്, നെക്സ്റ്റ് ലൈൻ വരുന്നതിന് വേണ്ടിയുള്ള ഒരു BR ടാഗ് ഇതുപോലെ നമ്മൾ ഈ document.write മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ശേഷം നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ പേഴ്സൺ 1ൻ്റെ വാല്യൂ ആയ സ്മിത്ത് നമുക്ക് ലഭിച്ചു. അതിൻ്റെ ടൈപ്പ് ഡാറ്റ ടൈപ്പ് നമുക്ക് സ്ട്രിങ്ങും ഇവിടെ ലഭിച്ചു. സോ അതുപോലെ ഞാൻ ഈ കോഡ് എല്ലാം ഈ 3 കോഡും ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നു. നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൻ്റെ ഭാഗത്ത് വരുന്നു.
അവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് ആദ്യമായി നമ്പർ 1 നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ നമ്പർ 1 നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. നമ്പർ 1ൻ്റെ ടൈപ്പ് കൂടി നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. നമ്പർ 1 ടൈപ്പ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ 1 10 എന്ന് ലഭിക്കുന്നു. അതിനുശേഷം അതുപോലെ തന്നെ നമ്പർ 1ൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് എന്നാണ് നമുക്ക് ലഭിച്ചത്. സോറി, നമ്പർ 1 എന്ന് എഴുതിയാൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ടൈപ്പ് നമുക്ക് നമ്പർ എന്ന് ലഭിക്കും. അതുപോലെ നമുക്ക് നമ്പർ 2ൻ്റെ നോക്കാം. നമ്പർ 2 നമുക്കൊരു പോയിൻ്റുള്ള നമ്പർ ആയിരുന്നു. സോ നമ്പർ 2 നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെക്ക് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ 2 ഇവിടെ പ്രിൻ്റ് ആവുന്നു. അതുപോലെ നമ്പർ എന്ന് പറയുന്നതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ലഭിക്കുന്നു. സോ നമുക്ക് ഇനി കോഡ് ഇവിടുന്ന് കട്ട് ചെയ്ത് നമുക്ക് ബൂളിയൻ എന്ന് പറയുന്ന ഭാഗത്ത് വരാം. ബൂളിയൻ എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. സോ ആദ്യമായി നമ്മൾ JSൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. അതുപോലെ JSൻ്റെ ടൈപ്പ് പ്രിൻറ്റ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ JSൻ്റെ വാല്യൂ നമ്മൾ ട്രൂ എന്നായിരുന്നു കൊടുത്തിരുന്നത്. നമുക്ക് ആ ട്രൂ ഇവിടെ ലഭിക്കുന്നു. അതിൻ്റെ ടൈപ്പ് ഓഫ് JS നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് ബൂളിയൻ എന്ന് പറയുന്ന ടൈപ്പ് ലഭിക്കുന്നു. സോ ബൂളിയൻ നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമുക്ക് ഇനി HTML അത് ചെക്ക് ചെയ്ത് നോക്കാം. HTML നമ്മൾ ഫാൾസ് ആയിരുന്നു സ്റ്റോർ ചെയ്തിരുന്നത്. സോ അതിൻ്റെ ടൈപ്പ് നമുക്ക് നോക്കാം. HTML. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTMLലെ വാല്യൂ ഫാൾസ് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ബൂളിയൻ ലഭിക്കുന്നു. സോ ഇനി നമുക്ക് അൺഡിഫൈൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് വരാം. സോ ഞാൻ ഇവിടുന്ന് കോഡ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ശേഷം നമുക്ക് test1 എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. test1. അതുപോലെ അതിൻ്റെ ടൈപ്പും കൂടി നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. test1. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ test1ൻ്റെ വാല്യൂ അൺഡിഫൈൻഡ്, കാരണം നമ്മൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ, വാല്യൂ ഒന്നും അസൈൻ ചെയ്തില്ല. അതിൻ്റെ ടൈപ്പ് നമുക്ക് അൺഡിഫൈൻഡ് എന്ന് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് നൾ എന്ന് പറയുന്ന ഭാഗത്ത് വരാം. നൾ എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് നമുക്ക് നള്ളിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് test2 എന്നായിരുന്നു വേരിയബിൾ നെയിം. test2 നമ്മളിവിടെ കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ test2 കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം test2ൻ്റെ വാല്യൂ നമുക്ക് നൾ ലഭിക്കുന്നു. പക്ഷേ test2ൻ്റെ ടൈപ്പ് നമുക്ക് ഒബ്ജക്റ്റ് ലഭിക്കുന്നു. സോ നൾ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് ടൈപ്പാണ്. ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പുകൾ. സ്ട്രിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്പർ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ബൂളിയനിൽ നമ്മൾ ട്രൂ ഓർ ഫാൾസ് സ്റ്റോർ ചെയ്യുന്നു. അൺഡിഫൈൻഡിൽ നമ്മൾ ജസ്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, വാല്യൂ ഒന്നും അസൈൻ ചെയ്യുന്നില്ല. നള്ളിലാണെങ്കിൽ നമ്മൾ നൾ എന്ന് പറയുന്ന empty വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വാർ പേഴ്സൺ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ജോൺ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കൊടുത്ത പോലെ തന്നെ ജോൺ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. പേഴ്സൺ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോൺ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. സോ ഇനി ഞാൻ താഴെ വന്ന ശേഷം പേഴ്സൺ എന്ന ഭാഗത്ത് ഞാൻ അനിൽ എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനിൽ എന്ന് ലഭിക്കുന്നു. സോ നമുക്കിവിടെ ഒരു BR ടാഗ് കൂടി കൊടുക്കാം. സോ പേഴ്സൺ ചെയ്തതിന് ശേഷം ഒരു പ്ലസ് കൊടുത്ത ശേഷം ഒരു BR ടാഗ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നെക്സ്റ്റ് ലൈനിൽ ലഭിക്കുന്നതായിരിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ആദ്യം നമ്മൾ പേഴ്സൺ പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ജോൺ എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ലഭിച്ചു. സോ ആദ്യത്തെ വാല്യൂ പേഴ്സൺ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ജോൺ ആയിരുന്നു. അതുപോലെ നമ്മൾ രണ്ടാമത് അതിലോട്ട് അനിൽ എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. ശേഷം നമ്മളിത് പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് അനിൽ എന്ന് പറയുന്ന വാല്യൂ ലഭിച്ചു. ഇത്തരത്തിൽ നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നമുക്ക് ഞാനിവിടെ var a = 10, അതുപോലെ b = 20 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെ തുക കാണണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് a + b എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന് പറയുന്ന ആ തുക ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് വേരിയബിൾ ഉപയോഗിക്കാം. വേരിയബിൾ ഒരിക്കൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ത്രൂ ഔട്ട് ആ പ്രോഗ്രാമിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തായി വരുന്നത് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. സോ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണമായി ഞാൻ പൈ എന്ന് പറയുന്നൊരു വാല്യൂ 3.14 എന്ന് പറയുന്ന വാല്യൂ ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശേഷം നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നമ്മൾ പൈ എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.14 എന്ന് പറയുന്ന വാല്യൂ ലഭിക്കുന്നു. സോ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത സമയത്ത് കഴിഞ്ഞ സമയത്ത് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന വാല്യൂയിലോട്ട് ജോൺ അസൈൻ ചെയ്ത ശേഷം വീണ്ടും അതിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നു. സോ ഇവിടെ നമ്മൾ ഇതുപോലെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പൈ = 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമ്മൾ പൈ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമ്മൾ രണ്ടാമത് കൊടുത്ത പൈയുടെ വാല്യൂ ഇവിടെ നമുക്ക് പ്രിൻ്റ് ആവുന്നില്ല. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റിൽ പോയതിന് ശേഷം ഇൻസ്പെക്റ്റിൽ പോയി നമ്മൾ ഇവിടെ ഒരു വാർണിംഗ് വന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ കൺസോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു അൺകോട്ട് ടൈപ്പ് എറർ എന്ന് പറയുന്ന ഒരു വാർണിംഗ് ലഭിക്കുന്നതായി കാണാം. അസൈൻമെൻറ്റ് ടു കോൺസ്റ്റൻറ്റ് വേരിയബിൾ.
സോ നമ്മൾ കോൺസ്റ്റൻറ്റ് വേരിയബിളിലോട്ട് ഒരിക്കൽ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എറർസ് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്യാത്ത വാല്യൂസ് ഉണ്ടെങ്കിൽ, നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.